സാമ്രാജ്യത്വത്തിനും വർഗീയതയ്ക്കുമെതിരെ പ്രതിരോധം തീർത്ത് രാജ്യത്തെ ഏറ്റവും വലിയ മഹിളാ സംഘടനയായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ 14ാമത് ദേശീയ സമ്മേളനത്തിന് തെലുങ്ക് മണ്ണിൽ തുടക്കം. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി അധ്യക്ഷയായി. ഹൈദരാബാദ് ആർ.ടി.സി. ഓഡിറ്റോറിയത്തിൽ നടിയും എഴുത്തുകാരിയുമായ എം. രോഹിണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അഖില ബാലകൃഷ്ണൻ ചേരുകയാണ്. അഖില, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹൈദരാബാദിലെ ആർ.ടി.സി. കല്യാണ മണ്ഡപത്തിലാണ് ഇന്ന് രാവിലെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മഹിളാ അസോസിയേഷന്റെ പ്രധാന നേതാക്കൾ ബൃന്ദ കാരാട്ട്, പുണ്യവതി തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പതാക ഉയർത്തുന്ന സന്നിഹിതരായിരുന്നു. തെലങ്കാനയുടെ തന്നെ പ്രധാനപ്പെട്ട ബത്കാമ ഫെസ്റ്റിവലിന്റെ ഒരു രൂപത്തോടെയാണ് അത് സമ്മേളനം തുടങ്ങിയത്. പിന്നെ സരോജിനി ബാലാനന്ദൻ നഗർ എന്ന പേരിട്ട സമ്മേളന വേദിയിൽ നടിയും എഴുത്തുകാരിയായ രോഹിണിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ശ്രീമതി ടീച്ചറാണ് അധ്യക്ഷയായത്. ബൃന്ദ കാരാട്ട്, മരിയം ദാവളെ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞത് സ്ത്രീകളുടെ പോരാട്ടത്തിനെ പറ്റി, ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തില് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഭരണഘടന തിരുത്താൻ ശ്രമിക്കുന്നത്, അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഭരണഘടനയിൽ സ്ത്രീ അവകാശങ്ങളും ഒക്കെ നടപ്പാക്കുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിൽ നമ്മുടെ ഇന്നത്തെ മോദി സർക്കാർ വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനെ പറ്റിയിട്ടാണ് രോഹിണി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്.